നമസ്കാരം. മമ്മദിൻ്റെ രാമായണം. ഈ രാമായണമൊക്കെ അല്ലെങ്കിൽ മന്ത്രങ്ങളൊക്കെ ചൊല്ലാനുള്ള അവകാശം ഹൈന്ദവരുടെ ഇടയിൽ, ഹിന്ദു സമൂഹത്തിന് ഉള്ളതിൽ തന്നെ അത് കേൾക്കാമ്പോഴുള്ള അവകാശമില്ലാത്ത ആൾക്കാരെ തരംതിരിച്ച് വെച്ചിട്ടുണ്ട്. ഇവിടെ കേട്ട് കഴിഞ്ഞാൽ ചെവിയിൽ ഈയം മുരുക്കി ഒഴിക്കും. ഇന്നലെ എന്നുണ്ടായ സംഭവമായി പറയുന്നത്, അല്ലാതെ 1000 വർഷങ്ങൾക്ക് മുമ്പുണ്ടായ സംഭവമല്ല പറയുന്നത്. ശംഭൂകൻ തപസ് ചെയ്തപ്പോൾ ശംഭുവിനെ വെടിവെച്ച് കൊന്നതാണ്. വെടിവെച്ചല്ല, മറ്റേ അമ്പയച്ച് കൊന്നതാണ്. അതിനുള്ള അവർക്ക് അവകാശമില്ല എന്നുള്ളതാണ്. അങ്ങനെ അടിസ്ഥാന വർഗങ്ങൾക്ക് പോലും അവകാശമില്ലാത്ത ഈ പ്രമാണങ്ങൾ. ഞാൻ ഒരു നായർ സമുദായത്തിൽ പെട്ട ഒരാളാണ്. നായർ സമുദായത്തിലാണ് ഞാൻ ജനിച്ചത്, പൂർവാശ്രമം. ആ നായരായതുകൊണ്ട് തന്നെ കേരളത്തിലെ അമ്പലങ്ങളൊരു പ്രത്യേകതയുണ്ട്. അതിൻ്റെ ശ്രീകോവിലിൽ കയറാനുള്ള അവകാശം ഇവിടുത്തെ നമ്പൂതിരിമാർക്കേ ഉള്ളൂ. പക്ഷേ അവർക്ക് വേണ്ടുന്ന സംഭാരങ്ങൾ ഒരുക്കി കൊടുക്കാനും അവർക്ക് കഴുകി കൊടുക്കാനും അവർക്ക് വേണ്ടി വെള്ളം കോരാനും വിറക് വെട്ടാനും നിൽക്കുന്നത് കമ്മിറ്റി കോടാലിയുടെ മുഴുവൻ നായന്മാരാണ്. അവർ നായന്മാരായതുകൊണ്ട് ഒരു നായരായിട്ടുള്ള എന്നെ അവരൊരിക്കൽ പോലും ഗീത പറയാനോ ഉപനിഷത്ത് പറയാനോ പഠിച്ചു വെച്ചത് മുഴുവൻ തലമുണ്ടയിലുണ്ട്. അവിടെ എനിക്ക് നഷ്ടമുണ്ടായിട്ടില്ല. എനിക്ക് ഞാനായിട്ട് തന്നെ ഒരു സുഖിമാനായിട്ട് ജീവിക്കാൻ എനിക്ക് കഴിയും ആ പ്രമാണങ്ങൾ പഠിച്ചതുകൊണ്ട്. പക്ഷേ അതിൻ്റെ ഒരു ഡിസിമിനേഷൻ, അതിനൊരു പ്രചാരണം കൊടുക്കാൻ അതിനനുവദിക്കാറില്ല. കാരണം നായന്മാരാണ് മുഴുവൻ കമ്മിറ്റിക്കാർ. നായരെ സംബന്ധിച്ചിടത്തോളം നമ്പൂതിരി തന്നെ വേണം. ഒരിക്കൽ ഞാനൊരു സൂപ്പർ മാർക്കറ്റിൽ പോയി കാര്യം ഞാൻ നിങ്ങളോട് പറഞ്ഞില്ല. അവിടെ ചെന്നപ്പോൾ ഒരു അച്ചാറ് കുപ്പി, അതും എഴുതി വെച്ചിരിക്കുകയാണ് നമ്പൂതിരിമാരാൽ തയ്യാറാക്കപ്പെടുന്ന അച്ചാറ്. ഞാനത് കണ്ടു. അത് കഴിഞ്ഞ് അവിടെ നിന്ന് മാനേജരോട് പറഞ്ഞു, നമസ്കാരം, ഈ CPM-കാർ തയ്യാറാക്കുന്ന അച്ചാറുണ്ടോ എന്ന് വെച്ചു. എന്താണ് CPM-കാർ തയ്യാറാക്കുന്ന അച്ചാറുണ്ടോ? മാർക്സിസ്റ്റ് പാർട്ടിയോ? ആ, ഇല്ല, അങ്ങനെ കേട്ടിട്ടില്ലല്ലോ. CPI തയ്യാറാക്കുന്ന അച്ചാറുണ്ടോ? അതും കേട്ടിട്ടില്ല. ഈഴവന്മാർ തയ്യാറാക്കുന്ന അച്ചാറുണ്ടോ? ഇല്ല, അതും കേട്ടിട്ടില്ല. എന്താ സ്വാമി അങ്ങനെ ചോദിക്കുന്നത്? അല്ല, നമ്പൂതിരിമാരാ തയ്യാറാക്കുന്ന അച്ചാറുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഇപ്പം ഞാനൊരു CPM-കാരൻ. അപ്പോൾ CPM-കാർ തയ്യാറാക്കുന്ന ചന്ദ്ര എന്ന് വിളിച്ചു. ചേർപ്പിലുണ്ടായ സംഭവം തൃശ്ശൂർ. ചന്ദ്രൻ വന്നു. ആ നമ്പൂതിരിമാരാ തയ്യാറാക്കപ്പെടുന്ന അച്ചാർ ഞാനിത് അറിഞ്ഞില്ല സ്വാമിജി, അത് മുഴുവൻ പാക്ക് ചെയ്ത് തിരിച്ചു കൊടുത്തയച്ചേൻ എന്ന് പറഞ്ഞു. നമ്പൂതിരിമാരാൽ തയ്യാറാക്കപ്പെടുന്ന അച്ചാർ. അതിന് പ്രധാനപ്പെട്ട കാരണം എന്താണ്? ഈ നായന്മാർ തന്നെയാണ്. അവരെ സംബന്ധിച്ചിടത്തോളം നമ്പൂതിരിമാരാൽ തയ്യാറാക്കപ്പെടുന്ന എന്തെങ്കിലും വയറ്റിലുണ്ടായിരിക്കണം. അതൊരു അന്തസ്സാണ്. പണ്ട് മക്കളെ നോക്കിയിട്ട് പറയും, ഭർത്താവ് ഒരുത്തൻ അവിടെ ഉണ്ടായിരിക്കും, അവനകത്ത് കയറില്ലല്ലോ, അകത്ത് കയറ്റാൻ സമ്മതിക്കില്ലല്ലോ, അവന് പുറത്ത് അത്ര മാത്രമേ പറ്റുള്ളൂ. മറ്റാൾ കിണ്ടിയും വെള്ളവും സംസ്കാരം അറിയാമല്ലോ, സംബന്ധ ബാന്ധവങ്ങളെ ചളിക്കൊണ്ട്. എന്നിട്ട് മക്കളെ നോക്കി പറയും നമ്പൂതിരി തയ്യാറാക്കിയതാ എന്ന്. പക്ഷേ ഇപ്പോൾ മക്കൾ 5, 6, 7, 8 മക്കളുണ്ടാവും. അവർ നോക്കിയിട്ട് പറയും എല്ലാം നമ്പൂതിരിമാർ തയ്യാറാക്കിയതാ, നമ്പൂതിരിമാരുടെ പ്രൊഡക്റ്റുകളാണെന്ന്. പക്ഷേ ഇപ്പോൾ അത് പറ്റില്ല. ഇപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്പൂതിരിമാർ പോയി DYFക്കാരും മറ്റുള്ള RSകാരെങ്കിലും വന്ന് ചിലപ്പോൾ തലതല്ലി പൊളിക്കും, എവിടെ കളാ പോകണമെന്ന് ചോദിച്ചിട്ട്. ഇപ്പോൾ അത് നടക്കാണ്ടായി. അതിൻ്റെ പേരിലാണ് ഇപ്പോൾ ഈ സംബന്ധ സംസ്കാരം ഇല്ലാതായി പോയത് കേട്ടോ. ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ രീതിയിൽ ഹിന്ദു സമൂഹത്തിനകത്ത് തന്നെ സപ്താഹം പറയുന്നത്, ഞാൻ നായരായതുകൊണ്ട് എന്നോട് ഗീത പറയിപ്പിക്കില്ല, സപ്താഹം പറയുന്നത് പോലും ആരാ സപ്താഹം പറയണത്? അതൊരു പത്മനാഭൻ നായർ എന്നൊരാളാണ്. അയ്യേ, നായരോ ഗീത പറയണത് എന്ന് പറയുന്ന ആരാണെന്നറിയോ? ഈ നായന്മാരാ. അതാരാ അവിടെ പറയണത്? അത് കണ്ടംപുള്ളി മനയിലുള്ള ഒരു നമ്പൂരി. അതെയോ, ഓ, വലിയ സന്തോഷമായി. പറഞ്ഞു വരുന്നത്, ഇപ്പോൾ നമ്പൂതിരിയും പോയിട്ട് ഇപ്പോൾ മമ്മദിൻ്റെ രാമായണം വന്നിരിക്കുകയാണ്. അതൊരു അമ്പലത്തിലാണ്, ക്ഷേത്രത്തിൽ തന്നെയാണ്. ആരാണ് ഈ മമ്മദ് എന്നറിയോ? എനിക്ക് അദ്ദേഹത്തെ പേഴ്സണലായിട്ട് ഇഷ്ടമാണ് കേട്ടോ. ഇത് കാണുമ്പോൾ അദ്ദേഹത്തെ കളിയാക്കാൻ വേണ്ടി പറയാമെന്ന് വിചാരിക്കുക. അല്ല, ഇതിവിടെ വേറെ ചില ആൾക്കാരുടെ ഭാഷണമാണ്. മമ്മദിൻ്റെ
രാമായണം എന്നുള്ളത് എൻ്റെ അഭിപ്രായം ഞാൻ പറയാം. അദ്ദേഹം ഇപ്പോൾ ഓച്ചിറ പരബ്രഹ്മ ക്ഷേത്രത്തിൽ അവിടെ അദ്ദേഹത്തിൻ്റെ പ്രഭാഷണം നടക്കാൻ പോവുകയാണ്. ഡേറ്റ് ഏതാണ്, എവിടെ എഴുതിയിട്ടുണ്ട്, ഞാൻ ഓർക്കുന്നില്ല, എവിടെ എഴുതിയിട്ടുണ്ടോ എനിക്കറിയില്ല, ഓർക്കണം, അതിന് മനസ്സിൽ വെച്ചാൽ ഞാൻ പറയാം. ഓച്ചിറയിൽ പരബ്രഹ്മ ക്ഷേത്രത്തിൽ അവിടെ അനിൽ മുഹമ്മദ്, ഡോക്ടർ അനിൽ മുഹമ്മദ്, അതേ കരുനാഗപ്പള്ളിക്കാരനാണ്, അദ്ദേഹത്തിൻ്റെ പ്രഭാഷണം നടക്കാൻ പോവുകയാണ് രാമായണത്തെക്കുറിച്ച്. ഞങ്ങൾ ദുബായിൽ വെച്ച് കണ്ടുമുട്ടിയിട്ടുണ്ട്. അന്ന് കൂടുതലും സംസാരിച്ചത് ഹൈന്ദവ സംസ്കൃതിയുടെ കാര്യങ്ങളാണ്. അദ്ദേഹത്തിന് അതിലുള്ള ആവശ്യത്തിലേറെയുള്ള അറിവ് എന്നെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. അവിടെ അദ്ദേഹത്തിന് ഇപ്പോൾ ഈ പ്രഭാഷണം നടത്താൻ വരുന്ന സമയത്ത് ഞങ്ങൾ അയാളെ തടയും എന്ന് പറഞ്ഞിട്ടുള്ള കൂട്ടം ആൾക്കാരെ അവിടെ ഇപ്പോൾ ഞാൻ കണ്ടു. സോഷ്യൽ മീഡിയയിൽ പലരും പറയുന്നത് അയാളെ അവിടെ വെച്ച് തടയണം, അവിടെ കയറ്റരുത് എന്നൊക്കെ. അവിടുത്തെ കമ്മിറ്റിക്കാരെ കാല് തല്ലുപിടിക്കാൻ ആളില്ല എന്നൊക്കെ ചോദിച്ചാൽ കമൻറ്റുകളൊക്കെ ഞാൻ കണ്ടു. അതിൽ മതപരമായിട്ടുള്ള കാര്യങ്ങൾ അഥവാ മതവിദ്വേഷ സംബന്ധിയായിട്ടുള്ള കാര്യങ്ങൾ അങ്ങനെ പറയുന്ന ആൾക്കാരുടെ ഇടയിൽ രാഷ്ട്രീയം അതൊക്കെ അതിനകത്തുണ്ട്. ഞാൻ അനിൽ മുഹമ്മദ് അവിടെ രാമായണ പ്രഭാഷണം നടത്തുന്നു എന്നറിഞ്ഞപ്പോൾ ഞാൻ സന്തോഷിക്കുകയാണ് ചെയ്തത്. കാരണം ഏതെങ്കിലും അമ്പിളിയമ്മാവനിലെ കുട്ടിക്കഥകൾ വായിച്ചിട്ട് രാമായണം പറയാൻ പറ്റില്ലല്ലോ, കഥ പറച്ചിലിനോട്ട് കാര്യമില്ലല്ലോ. സുകുമാർ അഴീക്കോട് മാഷ് ഒരിക്കൽ പറഞ്ഞൊരു കാര്യമുണ്ട്. ഞാൻ രാമായണത്തെക്കുറിച്ച് പ്രഭാഷണം നടത്തുമ്പോൾ എന്നും പ്രഭാഷണം നടത്താൻ പോകുന്നതിന് മുമ്പ് 1 മണിക്കൂർ 2 മണിക്കൂർ റിവ്യൂ ഒന്ന് റിഫ്രഷ് ചെയ്തിട്ടേ പോകാറുള്ളൂ. കാരണം അത് ഓൾറെഡി വളരെ കൃത്യതയോടുകൂടി എഴുതി വയ്ക്കപ്പെട്ടിട്ടുള്ള ഗ്രന്ഥമാണത്. ആയതുകൊണ്ട് തന്നെ പ്രഭാഷകൻ്റെ ഭാവനാവിലാസം അതൊന്നും അതിനുള്ളിൽ അദ്ദേഹത്തിൻ്റെ സാഹിത്യം, അത് വാഗ്വിലാസം, ഇതൊന്നും ഈ രാമായണത്തിനോട് ചെലുത്താൻ പറ്റില്ലല്ലോ. ഇവിടെയും ശ്രീ അനിൽ മുഹമ്മദ് പ്രഭാഷണം നടത്തുമ്പോഴും അദ്ദേഹം കിട്ടുന്ന സമയം രാമായണത്തിൽ നിന്ന് അദ്ദേഹത്തിന് കിട്ടുന്ന സമയം അദ്ദേഹം രാമായണത്തിൽ നിന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ തെന്നി മാറാത്ത രീതിയിൽ കാര്യങ്ങൾ പറയുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. മാത്രമല്ല രാമായണം എന്ന ഇതിഹാസ അന്ന് അങ്ങനെയാണ് ഉണ്ടായിരുന്നത്. ഇതിഹാസ അങ്ങനെയും പറയാം. അപ്പോൾ അത് അന്നുണ്ടായിരുന്ന ഇതിഹാസം ഇന്നുകളിൽ ഏത് വിധമാണ് പ്രസക്തമാകുന്നതെന്ന കാര്യവും കൊച്ചു കൊച്ചു ഉദാഹരണങ്ങളിലൂടെ അദ്ദേഹത്തിന് പറഞ്ഞ് മനസ്സിലാക്കാൻ കഴിയും. കാരണം അദ്ദേഹം വിദ്യാസമ്പന്നനാണ്, പിന്നെ ലോകത്തെക്കുറിച്ചുള്ള വിവരമുണ്ട്, ഒരു വലിയ ഉദ്യോഗസ്ഥൻ കൂടിയാണ് അദ്ദേഹം. പിന്നെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ 2 കാര്യങ്ങൾ ചിലപ്പോൾ അവിടെ സംഭവിക്കും. ഒന്ന്, അനിൽ മുഹമ്മദ് മുസ്ലിമാണ്, മുസ്ലിമിനെ അമ്പലത്തിൽ കയറ്റാൻ പാടില്ല എന്ന് പറയുന്ന ഒരു കൂട്ടം ആളുകളുടെ പ്രശ്നങ്ങൾ, ഒരു കൂട്ടം ആൾക്കാരുടെ പ്രശ്നങ്ങൾ അവിടെ ഉരുത്തിരിഞ്ഞു എന്ന് വരാതിരിക്കട്ടെ, അതിനുള്ള സാധ്യത പറഞ്ഞു മാത്രം. മറ്റൊന്ന്, ഇതിനകത്ത് തന്നെ ഈ മുസ്ലിം സമൂഹത്തിനകത്തുള്ള ചില ഉച്ചാടികൾ അവർ പറയും, കണ്ട ഹിന്ദുക്കൾക്ക് ഇപ്പോൾ ഞങ്ങളുടെ മമ്മദ് പറഞ്ഞിട്ട് വേണം ഇപ്പോൾ അവിടെ അവർക്ക് രാമായണം പഠിക്കാൻ, കഷ്ടം എന്നും പറയും. അമ്പലത്തിൽ കയറി രാമായണം പറഞ്ഞതിൻ്റെ പേരിൽ അങ്ങനെക്കെതിരെ ഫത്വ പുറപ്പെടുവിക്കോ അതും അറിയില്ല. ഇന്നത്തെ കേരളത്തിൽ ഇതൊക്കെയും സംഭവിക്കും. അതാണ് ഇന്നത്തെ കേരളം. മനുഷ്യന്മാരെ ഇങ്ങനെ പറഞ്ഞില്ലേ, ക്രിസ്ത്യാനിയെ കണ്ടു, ഹൈന്ദവനെ കണ്ടു, മുസ്ലിമിനെ കണ്ടു, മനുഷ്യരെ മാത്രം കണ്ടില്ല. നമ്മളുടെ വയലാർ രാമവർമ്മ എഴുതിയ പോലെ ഇതാണ് ഇവിടുത്തെ സ്ഥിതി. എന്തിനും ഇതാണല്ലോ കാണുന്നത്, ജാതി മതമാണല്ലോ കാണുന്നത്. അപ്പോൾ ഇതൊക്കെ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. ഏതായാലും ഈ തലതിരിഞ്ഞവർ ഇപ്പോഴേ പറഞ്ഞു തുടങ്ങി, മുസ്ലിം രാമായണം പറഞ്ഞ് പഠിപ്പിക്കാൻ തുടങ്ങിയത് ഹിന്ദുക്കളെ. ഇനി അതിൻ്റെ പേരിൽ കുറേ പ്രകോപനങ്ങൾ ഉണ്ടാക്കും. സ്വാഭാവികമായിട്ട് മറുപടിയും കിട്ടും, നല്ല ചുട്ട മറുപടിയും കിട്ടും. പക്ഷേ ഓച്ചിറ പരബ്രഹ്മ ക്ഷേത്രം എന്ന് പറയുമെങ്കിലും അവിടെ മതിൽക്കെട്ടുകളില്ല. ക്ഷേത്രത്തിനകത്തുള്ള പ്രാകാരാദി കാര്യങ്ങൾ, മതിൽക്കെട്ടുകൾ, ശ്രീകോവിലുകൾ, കൊടിമരങ്ങൾ ഒന്നും തന്നെ അവിടെയില്ല.
ഇനി അതെല്ലാം ഉണ്ടെങ്കിൽ അയ്യോ ഹിന്ദു അഹിന്ദു ഇത് അമ്പലത്തിൽ കയറി എന്ന് പറഞ്ഞ് വേണമെങ്കിൽ പ്രശ്നം ഉണ്ടാക്കാം. പക്ഷെ അവിടെ ഇതൊന്നുമില്ല. അവിടെ അവിടെ ആ സ്ഥലം അവിടെ ഒരു മൈതാനി മാത്രമാണ് ഉള്ളത്. വിഗ്രഹങ്ങൾ അവിടെ ഇല്ല. മുമ്പ് പറഞ്ഞ പോലെ ക്ഷേത്ര സംബന്ധിയായിട്ടുള്ള യാതൊരു വിധത്തിലുള്ള സംവിധാനങ്ങളും അവിടെയില്ല. നിങ്ങളൊരു പാട്ട് കേട്ടിട്ടുണ്ടല്ലോ, അമ്പലമില്ലാതെ ആൽത്തറയിൽ വാഴും പരബ്രഹ്മമൂർത്തി ഓച്ചിറയിൽ എന്ന ഗാനം. അതാണ് അവിടെ. ഞാൻ പോയിട്ടുണ്ട് അവിടെ, പലപ്പോഴും പോയിട്ടുണ്ട് അവിടെ. കാരണം ഞാൻ KPSC ഉണ്ടായ സമയത്ത് ആ വഴിക്കാണല്ലോ അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് ചെയ്യുക. അവിടെ ജാതി മത ഭേദമന്യേ എല്ലാവരും പ്രവേശിക്കുന്നതായിട്ടാണ് ഞാൻ കണ്ടിട്ടുള്ളതും അറിഞ്ഞിട്ടുള്ളതും. അഹിന്ദുക്കൾക്ക് പ്രവേശനമില്ലാന്നൊരു ബോർഡ് സ്ഥാപിക്കണമെങ്കിൽ അവിടെ ചുറ്റുമതിൽ വേണമല്ലോ. അണ്ട് വെറുതെ ഒരു ആരോ കൊടുത്തത് ഇവിടേക്ക് അഹിന്ദുക്കൾക്ക് പ്രവേശനമില്ലാന്ന് എഴുതി വയ്ക്കാൻ പറ്റില്ലല്ലോ. ഏതായാലും ശ്രീ അനിൽ മുഹമ്മദിൻ്റെ പ്രഭാഷണം അത് ഒരു പുതിയ അനുഭവമായിരിക്കും കേൾക്കാൻ പോകുന്നവർക്ക് എനിക്ക് ഉറപ്പുണ്ട്. പഴയകാല പ്രഭാഷകന്മാരുടെ പോലെ കുറേ അന്ധവിശ്വാസ ജടിലമായിട്ടുള്ള കാര്യങ്ങൾ അതിനപ്പുറം നിന്നുകൊണ്ട് ഇതിഹാസ രൂപമായിരിക്കുന്ന രാമായണത്തെ ഇന്നുള്ള പുതിയ സാഹചര്യവുമായിട്ട് ഇണക്കി ചേർത്ത് പറയുവാൻ അദ്ദേഹത്തിന് കഴിയും എന്ന് ഞങ്ങൾ തമ്മിൽ സംസാരിക്കുമ്പോൾ എനിക്ക് മനസ്സിലായിട്ടുണ്ട്. അങ്ങനെ അതിന് കഴിയുമെന്നുള്ളത് കൊണ്ട് അതൊരു പുതിയ അനുഭവമായിരിക്കും കേൾക്കാൻ പോകുന്നവർക്ക്. പ്രത്യേകിച്ച് ജൻസി പുതിയ തലമുറയുള്ള ആളുകൾ ഈ രാമായണം പറയുന്ന ഭാഗവതം പറയുന്ന ഒരുത്തനുണ്ട്. അവൻ ബ്രഹ്മചാരിയായിട്ട് ചിന്മാംശന്ന് പുറത്താക്കിയത്. അപ്പോൾ സ്വാമിയായിട്ട് നടക്കുകയാണ്. ഒരു കൊഞ്ഞാണനാണ്. അവനാണ് ഷർട്ടൊന്നും മുണ്ടൊന്നും ഇങ്ങനെ ഇടാത്ത. അവനാണ് പറഞ്ഞത് ഈ പശുവിൻ്റെ കൊമ്പിൻ്റെ ഇടയിൽ റേഡിയേഷൻ ഉണ്ടെന്ന്, ചാണകത്തിനകത്ത് പ്ലൂട്ടോണിയം ഉണ്ടെന്ന്, കോടിക്കണക്കിന്. അപ്പോൾ നിങ്ങളുടെ വീട്ടിലെ ചാണകം വിറ്റാൽ നിങ്ങൾ കോടീശ്വരനാവും. അതിന് പ്ലൂട്ടോണിയം ഉണ്ടത്ര. ആ പ്ലൂട്ടോണിയം കൊണ്ട് ആറ്റം ബോംബ് ഉണ്ടാക്കാമെന്ന് ഇങ്ങനെ പറയുന്ന കുറേ ഇളിഭ്യന്മാർ. അവരൊക്കെയാണ് ഹിന്ദു സമൂഹത്തെ അതിനെ വികൃതമാക്കി മാറ്റുന്നത്, അവരുടെ ചിന്തകളെ വികൃതമാക്കി മാറ്റുന്നത്. പ്രത്യേകിച്ചും ജൻസി പുതിയ കുട്ടികൾ ഇതൊന്നും കേൾക്കാനേ വരില്ല. കാരണം ഇങ്ങനത്തെ ആൾക്കാർ പറയുമ്പോൾ ആർക്ക് താല്പര്യം? കഥ പറച്ചിൽ മാത്രമാണല്ലോ. അതല്ലാതെ കഥയ്ക്കകത്ത് അന്തർലീനമായിട്ടുള്ള ചില ശാസ്ത്രങ്ങളോ സങ്കല്പങ്ങളോ ഉണ്ട്. അതെല്ലാ കാലഘട്ടത്തിലും പുരായിവ അധുനാഭിനൂതനം, അന്നെന്ന പോലെ ഇന്നും അത് നൂതനമായിട്ടിരിക്കുന്നുണ്ടെങ്കിൽ മാത്രമാണ് ആ കഥകളൊക്കെ പറയുന്നത് അർത്ഥമുള്ളൂ. അതായത് തിരഞ്ഞെടുക്കണം. അതിനുള്ള കഴിവ് ശ്രീ അനിൽ മുഹമ്മദിനുണ്ട്. എനിക്ക് നന്നായിട്ട് അറിയാവുന്നൊരു കാര്യമാണ്. ആയതുകൊണ്ട് തന്നെ പാരമ്പര്യവാദികൾ ചെയ്യുന്നത് പോലെ രാമായണത്തിൻ്റെ കുറച്ച് ഈ ശ്ലോകങ്ങളെടുത്ത് അതിൻ്റെ അർത്ഥം പറഞ്ഞു കൊടുത്ത് അതുകൊണ്ടൊന്നും ആവാൻ പോകുന്നില്ല. ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് നിർമ്മിതമായിട്ടുള്ള ഇതിഹാസം, ആ ഇതിഹാസം അതിനെ പുതുലോകവുമായിട്ട് ബന്ധിപ്പിക്കാൻ യാഥാസ്ഥിതികർക്കായിട്ട് പാരമ്പര്യവാദികൾക്ക് കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കഴിയില്ല. ആയതുകൊണ്ടാണ് അത്തരം കാര്യങ്ങളെ നടത്തുന്ന സമയത്ത് മൃഷ്ടാന്ന ഭോജനം കൊടുത്തിട്ട് ആൾക്കാരെ വിളിച്ചു. അപ്പോഴും സപ്താഹത്തിന് എന്തിനാണ് വരിക? സപ്താഹത്തിന് 12 മണിക്ക് വരും. നന്നായിട്ട് പുട്ടടിക്കും. എന്നിട്ട് പുറത്തേക്ക് പോകും. ഭാഗവതമൊന്നും ആരും കേൾക്കില്ല. എന്നാൽ അത്ര ആൾക്കാർ വന്നു എന്ന് സന്തോഷിക്കാം. അതിൻ്റെ പേര് കുറേ പിരിവും നടത്താമല്ലോ. ഒരു സ്ത്രീ പുറത്തേക്ക് പോവുകയാണ് ഭാഗവതം കഴിഞ്ഞിട്ട്. വന്ന് കയറിയത് 12 മണിക്കാണ്. ഊണും കഴിഞ്ഞ് ശാപ്പാടും കഴിഞ്ഞ് 12 ആകുമ്പോൾ ഒരു പുറത്തിറങ്ങി. അപ്പോൾ എതിരെ വരുന്ന കല്യാണിക്കുട്ടി ഈ അമ്മണിക്കുട്ടിയോട് ചോദിക്കുക, അമ്മണിക്കുട്ടി ഇന്ന് എങ്ങനെയുണ്ടായിരുന്നു ഭാഗവതം? ഇന്ന് അത്ര സുഖമൊന്നുമില്ല. അതെന്തേ? സാമ്പാറിൽ കണ്ടാനും വെള്ളം. ഇന്നലെ നല്ല ഇതായിരുന്നു. ഇന്ന് പപ്പടവും ഇല്ലെന്നേ. ഏത് ചോദിച്ചതെന്താ? ഇന്നത്തെ ഭാഗവതം എങ്ങനെയുണ്ടെന്ന്. ഉത്തരം എന്താ? പപ്പടം ശരിയായിരുന്നില്ല, സാമ്പാർ ചൊറുവെള്ളം പോലെയായിരുന്നു, ഇന്നലെ വെച്ചുണ്ടാക്കിയ ആൾ നന്നായിട്ട് വെച്ച്. ഇതൊക്കെയാണ് സ്ഥിതി. അവർ ഭാഗവതത്തിൻ്റെ വരി പോലും കേൾക്കുന്നില്ല. അതിന് കാരണം എന്താ? ആ രീതിയിലുള്ള കൊഞ്ഞാണൻ വിദ്യകളാണ് ഈ ഭാഗവതകാരന്മാർ പറയുന്നത്. ഇന്നത്തെ ലോകത്തിൽ ജീവിക്കുന്ന ആളുകളുടെ സംസ്കൃതി, ജീവന സംസ്കൃതിയായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് ഒന്നും പറയാൻ അവർക്കില്ല. കുറേ പൊട്ടക്കഥകൾ പറഞ്ഞ പോലെ പറയും. അല്ലെങ്കിൽ പറയുന്നത് പൊട്ടന്മാരാണല്ലോ. അപ്പോൾ അതിൽ നിന്ന് വ്യത്യാസപ്പെട്ടിട്ട് ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന ഈ ഇതിഹാസം അത് ഇന്നുകളിലെ പുതുലോകവുമായിട്ട് ബന്ധിപ്പിക്കാൻ നമ്മളുടെ അനിൽ മുഹമ്മദ് സാറിന് കഴിയും. കാരണം അദ്ദേഹം വിദ്യാസമ്പന്നനായിട്ടൊരാളാണ്. ഡോക്ടർ ശ്രീ അനിൽ മുഹമ്മദ്. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം
ഒരു പരിധി വരെയെങ്കിലും ഈ ഒരു ദൗത്യം, അതായത് മറ്റുള്ളവരെ ലിങ്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പുതിയ തലമുറകളിലേക്കും ഈ ഇതിഹാസത്തിൻ്റെ ചില എലിമെൻറ്റുകൾ കടത്തിവിടാനായിട്ട്, അതിനോടൊരു ആകർഷണം ഉണ്ടാക്കി വെപ്പിക്കാനായിട്ട് ഡോക്ടർ അനിൽ മുഹമ്മദിനെ പോലുള്ള ആളുകൾക്ക് സാധിച്ചെടുക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. രാമായണത്തെക്കുറിച്ച് പ്രഭാഷണം നടത്താൻ വരുന്ന ആൾ ഹിന്ദു ആകട്ടെ, മുസ്ലിം ആകട്ടെ, ക്രിസ്ത്യാനി ആകട്ടെ, അവരെ പറയുന്ന കാര്യം എന്താണെന്ന് ശ്രദ്ധിച്ചാൽ പോരെ. ഏതായാലും ഇങ്ങനൊരു സാഹചര്യം ഒരുക്കുന്ന ഓച്ചിറ പരബ്രഹ്മ ക്ഷേത്രത്തിൻ്റെ ഭാരവാഹികൾ എല്ലാം കൊണ്ടും അനുമോദനം അർഹിക്കുന്നുണ്ട്. ഇത്രേ എനിക്ക് പറയാൻ കഴിയുള്ളൂ. എന്നെ സംബന്ധിച്ചിടത്തോളം രാമായണം പറയാൻ ഒരു മുസൽമാൻ ഡോക്ടർ അനിൽ മുഹമ്മദ് വരുന്നു കേൾക്കുമ്പോൾ എനിക്ക് അഭിമാനമാണ് ഉണ്ടാകുന്നത്. കാരണം എന്താണ്, അദ്ദേഹം ഇത് പഠിച്ചിട്ടല്ലേ വരുന്നത്. ഇത് മറ്റുള്ളവർ അറിയല്ലേ. ഇപ്പം ഞാൻ പോയിട്ട് രാമായണം പറഞ്ഞാൽ ഒരു സ്വാമി രാമായണം പറയണു, അത്രയേ കണക്കിലെടുക്കുള്ളൂ. പക്ഷെ അതേ സമയത്ത് ഡോക്ടർ അനിൽ മുഹമ്മദ് പറയുമ്പോൾ കുറച്ചും കൂടി ആൾക്കാർ അയ്യോ ഒരു മുസൽമാനാണ് അദ്ദേഹം, എന്നിട്ടും ഹിന്ദുവിന് പറയും, ഇങ്ങനെ പറയാം, ഞങ്ങളുടെ അഭിമാനത്തോടുകൂടി പറയാം, ഞങ്ങളുടെ രാമായണം അദ്ദേഹം പറയുന്നു, നമുക്കതൊന്ന് കേൾക്കാൻ പോകണം. ഏതായാലും എനിക്കതിൽ സന്തോഷമാണ്. എനിക്കതിൽ എൻ്റെ മതത്തെക്കുറിച്ച് എനിക്ക് അഭിമാനമാണ് തോന്നുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു വികാരം എല്ലാവർക്കും ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അനിൽ മുഹമ്മദിൻ്റെ പ്രഭാഷണം കേൾക്കാൻ അവിടെ നിറഞ്ഞു കവിഞ്ഞ ആൾക്കാരുണ്ടാകട്ടെ. അദ്ദേഹത്തിന് കൂടുതൽ വേദികൾ ഒരുങ്ങിക്കിട്ടട്ടെ എന്ന പ്രാർത്ഥന. നമസ്കാരം.